വാഴയൂർ മലപ്പുറം ജില്ലയുടെ ഓരത്തായി സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദര ഗ്രാമം. മലനാടും ഇടനാടും വയലേലകളും കൊണ്ട് സമ്പന്നമായ സുന്ദര ഗ്രാമം. കാർഷിക ഗ്രാമമെന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന അധ്വാനശീലരായ നിരവധി കർഷകർ അധിവസിക്കുന്ന ഇടം. ഇത്തവണ ചിങ്ങമൊന്ന് വന്നെത്തിയത് വയനാട് ദുരന്തം സമ്മാനിച്ച തീരാവ്യതയുടെ ഭാരം പേറുന്ന മലയാള മനസ്സിലേക്കാണ്. അതിനാൽ തന്നെ മലയാളിക്ക് ഇത്തവണ ആഘോഷങ്ങളില്ലാത്ത കർഷക ദിനം. മണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും കാലാവസ്ഥയോടും പടവെട്ടി കർഷകൻ വിളയിക്കുന്ന ഓരോ വിളവിനും പൊന്നിനോളമല്ല, പൊന്നിൻ്റെ വില നൽകിയാലും അധികമാവില്ല. ഓരോ കർഷകനും അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ജീവിതം രചിക്കുകയാണ് ഇവിടെ. വാഴയൂരിലെ മികച്ച കർഷകരെ കണ്ടെത്തുക എന്നത് അതിനായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. ശ്രീ മനോജൻ പൊന്നേമ്പാടം, ശ്രീ തുളസീദാസ്, ശ്രീ അബ്ദുറഹ്മാൻ PK, ശ്രീ ചോയി PC, ശ്രീ ദേവൻ B, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മുമ്പിലേക്ക് വന്നെത്തിയത് 67-ൽ പരം നാമനിർദ്ദേശങ്ങൾ. ഇവരിൽ നിന്നും 7ഓളം മികച്ച കർഷകരെ കണ്ടെത്താൻ അല്പമല്ല ബുദ്ധിമുട്ടിയത്. കാരണം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു ഓരോ കൃഷിയിടവും. ചാത്തുക്കുട്ടി പൂണാട്ടിൽ 75ൻ്റെ നിറവിലും വിശ്രമമില്ലാതെ ഈ കർഷക പ്രതിഭ 18ാം വയസ്സിൽ ആരംഭിച്ച കൃഷി ഇപ്പോഴും തുടരുന്നു. അനുഭവമാണ് കൃഷിയിലെ ഗുരു. കൃഷിഭവൻ നിർദ്ദേശങ്ങളും പദ്ധതികളും ലഭിക്കാറുണ്ട്. പോയ വർഷം 1300-ൽ പരം വാഴകൾ, 50 സെന്റോളം പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇദ്ദേഹത്തിനായുണ്ടായിരുന്നു. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. കാരാട് സ്ഥാനാർത്ഥിപ്പടി നിവാസിയാണ്. ഈ പ്രതിഭാധനനായ മികച്ച അനുഭവ സമ്പത്തിനുടമയായ കർഷകനെ പഞ്ചായത്തിലെ മുതിർന്ന കർഷകനായി ഇന്ന് ഇവിടെ ആദരിക്കുന്നു. പ്രതീഷ് മായത്തൊടി. ഒരു നിയോഗം പോലെ കൊറോണയെന്ന മഹാമാരിയാണ് പ്രവാസ ലോകത്തു നിന്നും പ്രതീഷ് എന്ന യുവ കർഷകനെ കാർഷിക മേഖലയിലെത്തിച്ചത്. തുടക്കം ചെറിയ രീതിയിലായിരുന്നെങ്കിലും പടിപടിയായി ഉയർത്തി മികച്ച ഒരു ഫാമായി ഇപ്പോൾ വളർന്നിരിക്കുന്നു. അവാർഡ് കമ്മിറ്റിക്ക് ഇടയിൽ ഐക്യകണ്ഠേന ഉയർന്ന പേരായിരുന്നു പ്രതീഷ് മായത്തൊടി എന്ന പാറമ്മൽ നിവാസിയായ ക്ഷീരകർഷകൻ്റേത്. 7ഓളം പശുക്കളുള്ള ഇദ്ദേഹത്തിൻ്റെ ഫാമിൽ നൂതന സാങ്കേതിക വിദ്യകളും ഇദ്ദേഹത്തിൻ്റേതായ കണ്ടെത്തലുകളും പ്രയോഗവൽക്കരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ക്ഷീര വികസന വകുപ്പിൻ്റെയും പിന്തുണ വേണ്ടുവോളമുണ്ട് ഈ കർഷകന്. ഭാര്യയും മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം. നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായ ഈ യുവാവിനെ പഞ്ചായത്തിലെ മികച്ച ക്ഷീര കർഷകനായി ഇന്ന് ഇവിടെ ആദരിക്കുന്നു. സുബ്രഹ്മണ്യൻ കോലോത്തൊടി. റിട്ടയർമെൻ്റ് ജീവിതം വിശ്രമ ജീവിതമാണ് പലർക്കുമെങ്കിൽ അധ്വാനത്തിലൂടെ ഉല്ലസിക്കാനുള്ളതെന്ന് വിളിച്ചു പറയുകയാണ് ഇദ്ദേഹം. വാഴ കർഷകർക്ക് വാഴയുടെ വീടായ വാഴയൂരിൽ പുതുമയില്ലെങ്കിലും പറമ്പിലെ വാഴക്കൃഷിയും പച്ചക്കറി കൃഷികളും പൂക്കൃഷിയും ടെറസിലെ കൃഷിയും ഇദ്ദേഹത്തെ വേറിട്ട കർഷകനാക്കി മാറ്റുന്നു. 600-ൽ പരം വാഴയും 40 സെന്റിലധികം പച്ചക്കറികളും പോയ വർഷം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും 200ഓളം വാഴകളും നിലവിൽ പരിപാലിച്ചു വരുന്നു. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. കാരാട് അമ്മോത്തുപാറ നിവാസിയാണ്. അധ്വാനശീലനായ ഈ കർഷകനെ പഞ്ചായത്തിലെ മികച്ച SC കർഷകനായി ഇന്ന് ഇവിടെ ആദരിക്കുന്നു. മമ്മദ് കുട്ടി കാമ്പുറത്തുപുറായി. ലാഭേച്ഛയില്ലാത്ത പച്ചയായ കർഷകൻ. മടിയേതുമില്ലാതെ പുതുപരീക്ഷണങ്ങൾ അവലംബിക്കുന്ന കർഷകൻ. നാനാജാതി വിളകൾ കൊണ്ട് സമൃദ്ധമാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം. വിവിധ ഇനം വാഴയും തെങ്ങും ജാതിയും കമുകും പപ്പായയും മഞ്ഞളും കുരുമുളകും പൂക്കൃഷിയും പച്ചക്കറികളും കാണുമ്പോൾ നമുക്കും മനസ്സ് നിറയും. കാരണം അത്രയ്ക്ക് നന്നായി അദ്ദേഹം ഇവ പരിപാലിക്കുന്നു. കോഴികളും കൃഷിയിടത്തിന് അലങ്കാരമായി നിലകൊള്ളുന്നു. പ്രവാസ ലോകത്തു നിന്ന് മടങ്ങിയെത്തിയ ഇദ്ദേഹം ഇപ്പോൾ മുഴുവൻ സമയ കർഷകനാണ്. മികച്ച ഒരു കർഷക തൊഴിലാളിയും.
സ്വന്തമായുള്ള 40 സെന്റ് സ്ഥലത്തും പാട്ടത്തിനായുള്ള 2 ഏക്കർ സ്ഥലത്തുമാണ് നിലവിൽ കൃഷി. വാഴയൂർ കയത്തിനടുത്താണ് താമസം. ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം. ഉത്തമ കാർഷിക മുറകൾ അനുവർത്തിക്കുന്ന പഞ്ചായത്തിലെ മികച്ച കർഷകനായി ഇദ്ദേഹത്തെ ഇവിടെ ആദരിക്കുന്നു. വിജയലക്ഷ്മി വർലോട്ടുമ്മൽ. പറമ്പും പാടവും മലഞ്ചെരിവും കൃഷിയിടമാണിവർക്ക്. മലഞ്ചെരുവിൽ പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന മഞ്ഞൾ കൃഷിയും കരുത്തോടെ നിലകൊള്ളുന്ന വാഴയും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളും വിളിച്ചു പറയുന്നത് ഇവരുടെ കൃഷിപാടവത്തെയാണ്. പാട്ടകൃഷിയാണ് പ്രധാനം. കാർഷിക മേഖലയിലെ കൂട്ടായ്മകളിലും ഇവർ സജീവമാണ്. ഭർത്താവും 3 കുട്ടികളും അടങ്ങുന്ന കുടുംബം. വാഴയൂർ ചേലാട്ടുമൂലയ്ക്കടുത്ത് താമസം. തൻ്റെ കൃഷിക്കായി സ്വയം വിയർപ്പൊഴുക്കുന്ന ഇവരെ പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷകയായി ഇവിടെ ആദരിക്കുന്നു. അമൽ മനോജ് പോത്തുംപിലാക്കൽ. അച്ഛൻ്റെ കൈപിടിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥി. മികച്ച കർഷകനായ അച്ഛൻ്റെ മികച്ച കർഷകനായ മകൻ. വാഴക്കൃഷിയും പപ്പായ കൃഷിയും പൂക്കൃഷിയും പച്ചക്കറി കൃഷിയുമെല്ലാം ഈ ചെറുപ്പക്കാരന് ഇപ്പോൾ വഴങ്ങും. കൃഷിയിടത്തിലെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്തും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും വിൽപ്പന നടത്തുന്നു. 18 വയസ്സുകാരനായ ഈ കുട്ടി കർഷകൻ +2 വിദ്യാർത്ഥിയാണ്. അച്ഛൻ, അമ്മ, സഹോദരി അടങ്ങുന്ന കുടുംബം. പൊന്നേമ്പാടം നിവാസിയാണ്. വാഴയൂരിലെ വാഴക്കർഷകരുടെ പ്രതീക്ഷയായ വാഴയൂർ ഗ്രീൻ എന്ന കൂട്ടായ്മയിലും ഇവൻ അംഗമാണ്. അച്ഛൻ്റെ വഴിയെ പുതുപരീക്ഷണങ്ങളുമായി ചുവടുവെക്കുന്ന അമൂല്യനായ അമലിനെ പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകനായി ഇവിടെ ആദരിക്കുന്നു. ചന്ദ്രൻ ഊരാളത്ത്. മികച്ച അധ്വാനിയായ കർഷകൻ. അപരൻ്റെ കൃഷിയിടത്തിൽ പൊന്നു വിളയിച്ച് ഉപജീവനം കണ്ടെത്തിയ കർഷക തൊഴിലാളി. പോയ കാലത്ത് കണ്ണീരിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ നിരവധിയെങ്കിലും ഇപ്പോൾ സംതൃപ്തമായ മനസ്സിനുടമയാണ് ഇദ്ദേഹം. 75 വർഷം പിന്നിടുമ്പോഴും തൻ്റെ കൃഷിയിടത്തിൽ കർമ്മനിരതനാണ് ഇദ്ദേഹം. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്ന കുടുംബം. പുഞ്ചപ്പാടം സ്വദേശി. പഞ്ചായത്തിലെ മികച്ച കർഷക തൊഴിലാളിയായി ഇവിടെ ആദരിക്കുന്നു. പാത്തൈക്കുട്ടി ടീച്ചർ. പൂവിൽ നിന്നും തേൻ നുകരും തേനീച്ചകൾ ചിന്തകർക്കും പഠിതാക്കൾക്കും ശാസ്ത്രലോകത്തിനും എന്നും കൗതുകമാണ്. തേനീച്ചകളില്ലെങ്കിൽ മനുഷ്യരാശി തന്നെ ഭക്ഷണമില്ലാതെ ഒടുങ്ങുമെന്ന് ചിലർ വിലയിരുത്തുന്നു. ഈ തേനീച്ചകൾക്ക് തോഴിയാണ് പാത്തൈക്കുട്ടി ടീച്ചർ എന്ന മനുഷ്യ സ്നേഹി. വാഴയൂർ പഞ്ചായത്തിലെ തിരുത്തിയാട് ആണ് ഇവരുടെ കൃഷിയിടം. ചെറുതേനീച്ചയും വൻ തേനീച്ചയും ഇവരുടെ കൃഷിയുടെ ഭാഗമാണ്. ടെറസിലും ഷെഡിലും വീട്ടിലും തേനീച്ച തന്നെ. ലാഭേച്ഛയില്ലാത്ത കൃഷി. 40-ൽ പരം ചെറുതേൻ കൂടും അത്ര തന്നെ വൻ തേനീച്ചകളും. ബീവാക്സിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിവിധ ക്രീമുകളും ഇവർ നിർമ്മിക്കുന്നു. പുരയിടത്തിൽ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നട്ടുപരിപാലിക്കാനും ഇവർ സമയം കണ്ടെത്തുന്നു. കാർഷിക മേഖലയിൽ അപൂർവ മേഖല തിരഞ്ഞെടുത്തു മുമ്പോട്ടു പോകുന്ന ഇവരെ പഞ്ചായത്തിലെ മികച്ച തേനീച്ച കർഷകയായി ആദരിക്കുന്നു. ശേഖരൻ അറത്തിൽ. വാഴയൂരിൻ്റെ പഴമ അറത്തിൽ ശേഖരൻ എന്ന കർഷകൻ്റെ കൃഷിയിടത്തിൽ കാണാം. മഞ്ഞളും ഇഞ്ചിയും കപ്പയും ചേമ്പും ചേനയും നനക്കിഴങ്ങും ചെറുകിഴങ്ങും എല്ലാം വാഴയൂരിലെ അപൂർവ കാഴ്ചകൾ. പച്ചക്കറികളും മറ്റു വിളകളും വേറെയും. വാഴയൂരിലെ അഴിഞ്ഞിലത്ത് താമസിക്കുന്ന ഇദ്ദേഹം ആദ്യകാലം ബിസിനസ്സിലായിരുന്നെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയ കർഷകനാണ്. പാട്ടകൃഷിയാണ് പ്രധാനം. കാട്ടുമൃഗങ്ങളും കാലാവസ്ഥയും വെല്ലുവിളിയായി നിലനിൽക്കുന്നുവെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ ജോലി തുടരുകയാണ് ഇദ്ദേഹം. ഈ നിശ്ചയദാർഢ്യത്തിന് പരമ്പരാഗത ഇനങ്ങൾ കൃഷി ചെയ്യുന്ന മികച്ച കർഷകനായി ഇദ്ദേഹത്തെ ആദരിക്കുന്നു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നല്ലവരായ മറ്റു കർഷകർ ഒഴിവായത് അവർ മോശമായതിനാലല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ മെച്ചമായതുകൊണ്ടാണ്. നിങ്ങളെയും അംഗീകാരങ്ങൾ തേടിയെത്തും. ഇതുപോലെ ഒരുപക്ഷേ ഇതിലും മേലെ. അതുകൊണ്ട് നിങ്ങൾ തുടരുക. മാനവനെ അന്നമൂട്ടുന്ന പുണ്യപ്രവൃത്തി. ഏവർക്കും സർവ്വ അനുഗ്രഹങ്ങളും നേരുന്നു.